നന്ദൂട്ടൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് അവരൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമ്മൾ ആദ്യത്തെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് സെക്കൻഡ് ബർത്ത്ഡേ നമ്മൾ അത്ര രീതിയിൽ ആഘോഷിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുമായിരുന്നു. അന്നേരം നമ്മൾ അറിയാതെ സർപ്രൈസ് ആയിട്ട് ഈ ഗിഫ്റ്റ് നമുക്ക് അയച്ചു തരികയായിരുന്നു. ഇത് ഡെലിവറി ചെയ്യുന്ന ദിവസമാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഗിഫ്റ്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഒരു സാധനം മേടിച്ചു വെച്ച് ഏകദേശം 20 ദിവസത്തിന് ശേഷമാണ് അവൻ്റെ ബർത്ത്ഡേ വരുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു അതവിടെ ഹൈഡ് ചെയ്ത് വെക്ക്, അവർ വരുന്ന ദിവസം നമുക്കത് ഓപ്പൺ ചെയ്ത് അവനെ കാണിക്കാം, അന്നേരം അവൻ്റെ സന്തോഷമൊക്കെ കാണാം. അങ്ങനെ ലാസ്റ്റ് ബർത്ത്ഡേയുടെ അന്ന് അവർ പറഞ്ഞു ഓപ്പൺ ചെയ്ത് വർക്കിംഗ് ആണോ അല്ലയോ നോക്ക്, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് പിന്നെ അത് അവനൊരു ഭയങ്കര വിഷമാവത്തിൽ എന്ന് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതിനില്ലാതെ ഓപ്പൺ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ അവൻ്റെ എന്തായാലും ഇങ്ങനെ സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ വരുമെന്ന് നമുക്കറിയാം. എന്നാലും പിന്നെ അവനെയും കൂടെ നിർത്തി നമ്മളത് ഓപ്പൺ ചെയ്ത് കാണിച്ചു. അവനോട് പറഞ്ഞു ഇത് ആരാ തന്നതെന്നൊക്കെ പറഞ്ഞു. അതിന് സന്തോഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി അത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളത് ഓപ്പൺ ചെയ്തു. വാവയാണ് അത് ഫുൾ അസംബിൾ ചെയ്തത്. കാരണം വാവ ഇത് അസംബിൾ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ ലാസ്റ്റ് ഒരു മാസമായിട്ട് വാവ എന്നോട് പറയുന്നുണ്ടായിരുന്നു നന്ദുട്ടന് ഒരു കാറ് മേടിക്കണം എന്നുള്ളത്. എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കാം. ഈ പ്രായത്തിൽ സൈക്കിളായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞാനൊരു സൈക്കിൾ ഓൺലൈനിൽ ഒരു സൈക്കിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ വന്ന സമയത്ത് അതിൻ്റെ അത് കുറച്ച് ഡിഫക്റ്റ് പാർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. നമ്മളത് റിട്ടേൺ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഓൺലൈനിൽ ഏത് സൈറ്റാണ് ബെസ്റ്റ് എന്നുള്ളത് എനിക്കൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ലായിരുന്നു. ആ സമയത്താണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. കാരണം അവർ ആമസോൺ പ്രൈം ഉണ്ടായിരുന്നു. എനിക്ക് പ്രൈം മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്നേരം അവരോട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാം. കാരണം ഓൾമോസ്റ്റ് ഇനി ഒരു 10-20 ദിവസം കൂടെ ഉള്ളൂ. ചില സൈറ്റിലൊക്കെ ഓർഡർ ചെയ്ത് വെച്ചാൽ നല്ല ടൈം എടുക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അവരോടൊന്നും ജസ്റ്റ് ഇത് പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ ഒരു സാധനം ഞാൻ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ പേയ്മെന്റ് ചെയ്യും, ഞാൻ അതിന്റെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരാം, അതുപോലെ ഓർഡർ ചെയ്യാവും, അതിന്റെ ഡീറ്റെയിൽസും ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, ഞാൻ അതുള്ളവർ കണ്ടു വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അന്നേരമാണ് അവർ പറഞ്ഞത് മേടിക്കേണ്ട, ഇത് ഓൾറെഡി ഞങ്ങളിപ്പോൾ മേടിച്ചിട്ടുണ്ട്, 2-3 ദിവസത്തിനുള്ളിൽ ഓൾറെഡി അത് എത്തും. അങ്ങനെയാണ് നമുക്ക് അതൊരു വലിയ സർപ്രൈസായി മാറിയത്. അത് നമ്മൾ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പോലത്തെ സാധനം തന്നെയാണ് അവർ ഓർഡർ ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി. പിന്നെ അതിനുശേഷം ഇത് യൂസർ മാനുവലൊക്കെ എടുത്ത് വെച്ച് നോക്കി എങ്ങനെയാണ് അസംബിൾ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മളിത് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കാറ് അവനെ തന്നെ ഫിക്സ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണ് അവൻ നിൽക്കുന്നത്. അതിനുശേഷം വാവയെല്ലാം ഫിക്സ് ചെയ്തു, അതിൻ്റെ സൈഡ് മിറർ വെച്ചു, അതിൻ്റെ ബാറ്ററി കണക്ഷൻ കൊടുത്തു, സീറ്റ് ഫിക്സ് ചെയ്തു, റിമോട്ട് കൺട്രോളിൽ ബാറ്ററി ഇട്ട് സെറ്റാക്കി. എന്നിട്ട് ഞാൻ അവനെ പിടിച്ച് കാറിലിരുത്തി. പവർ ഓൺ ആക്കിയപ്പോൾ തന്നെ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ശരിക്കും പേടിച്ചു പോയി. കുറച്ച് നേരം അവൻ ഇരുന്ന് ഞാൻ വിചാരിച്ച് ചിലപ്പോൾ റെഡിയാവും വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. നോക്കിയിട്ടൊന്നും നടന്നില്ല. പിന്നെ ഞാനതെല്ലാം മാറ്റി തിരിച്ചെടുത്ത് വെച്ചു. ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ വന്ന് അവരിവനെയും കൊണ്ട് ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങി. നമ്മുടെ തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ആ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുവന്ന് കറക്കി ആണ് അവൻ ആദ്യമായിട്ട് നല്ല രീതിയിൽ അവൻ വണ്ടി ഓടിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അവർ നമുക്ക് സാധിച്ചു തരും. അതും നമ്മൾ പോലും മനസ്സിൽ ചിന്തിക്കാത്ത സമയത്ത്. പക്ഷെ എപ്പോഴും ഓർക്കുക, നല്ല ബന്ധങ്ങളെ തീർക്കാൻ ഒത്തിരി ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ചതിക്കുഴികളിൽ ഒരിക്കലും വീഴാതിരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വീഡിയോ.